Hi students, welcome to a new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 6th ചാപ്റ്റർ ആണ് നോക്കുന്നത് മോട്ടിവേഷൻ. മോട്ടിവേഷനിൽ രണ്ട് കാര്യങ്ങളാണ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ചോദിക്കാം. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ഇൻസ്പയറിംഗ് ദ പേഴ്സൺ വിത്ത് enthusiasm ടു ഡു വർക്ക് ഫോർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിനെ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഉത്സാഹത്തോടു കൂടി തനിക്ക് ഏൽപ്പിച്ച ജോലി ചെയ്യാനുള്ള ഓരോ പേഴ്സൺസിനെ ഇൻസ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു ഡെഫിനേഷൻ ഇവിടെ പറയുന്നുണ്ട്. എഡ്വിൻ ബി ഫ്ലിപ്പോ ഡിഫൈൻസ് മോട്ടിവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അറ്റംപ്റ്റിംഗ് ടു ഇൻഫ്ലുവൻസ് അതേഴ്സ് ടു ഡു ദെയർ വർക്ക് ത്രൂ ദ പോസിബിലിറ്റി ഓഫ് ഗെയിൻ ഓർ റിവാർഡ്. ഏറ്റവും നല്ലൊരു ഡെഫിനേഷൻ തന്നെയാണ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. എന്തിനുള്ള പ്രോസസ്സാണ്? ഇൻഫ്ലുവൻസ് അതേഴ്സ് ടു ഡു, അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ, അവരെ നമുക്ക് എന്ത് ചെയ്യണം? ഇൻഫ്ലുവൻസ് ചെയ്യണം. ദെയർ വർക്ക് ത്രൂ ദ പോസിബിലിറ്റി ഓഫ് ഗെയിൻ ഓർ റിവാർഡ്, ഒരു നല്ല ഗെയിനിങ് കൊണ്ടുവരിക അല്ലെങ്കിൽ നല്ലൊരു റിവാർഡ് കൊടുത്തുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ സ്വാധീനിക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എന്തായിരിക്കാം ഒരു മോട്ടിവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഒരാൾ മോട്ടിവേറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തത്, അത് കണ്ടിന്യൂസ് പ്രോസസ്സ് ആണെന്നുള്ളതാണ് പറയുന്നത്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് യാതൊരു അവസാനവും ഇല്ല. അപ്പോൾ ഒന്ന് കിട്ടി അത് തൃപ്തിയാവുമ്പോൾ നമുക്ക് അടുത്തത് വേണമെന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മോട്ടിവേഷൻ എപ്പോഴും എന്താണ്, ത്രൂ ഔട്ട് വേണം എന്നുള്ളതാണ് പറയുന്നത്. വാണ്ട്സും നീഡ്സും ഡിസയേഴ്സും ഒക്കെ ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫുൾഫിൽ ചെയ്യണം. ഒരു വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അടുത്തതായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കൗണ്ട്ലെസ് ആയിട്ടുള്ള ആളുകളെ അല്ലേ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയി നമ്മളിവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിരിക്കും. ഇതൊരു സൈക്കോളജിക്കൽ ഫിനോമിനൻ ആണെന്ന് പറയുമ്പോൾ എന്താണ്, മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രതിഭാസം എന്ന് പറയാം. കാരണം അതെപ്പോഴും റിലേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു മനുഷ്യൻ്റെ അത്യാവശ്യങ്ങളെയും ആവശ്യങ്ങളെയും പ്രതീക്ഷകളെയും ആത്മവിശ്വാസത്തെയും സാറ്റിസ്ഫാക്ഷനെയൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഓരോന്നും ഇത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അത് ആ ഇന്നർ ഫീലിംഗ് ആണത്. ഓരോ വ്യക്തിയുടെ ഉള്ളിലുള്ള ആ ഒരു വികാരം തന്നെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഡൈനാമിക് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും എന്താണ്, ഓരോ മോട്ടീവ്സ്, ഒരു വ്യക്തിയുടെ മോട്ടീവ്സ് എന്നും എന്താ ഡിഫറെൻ്റ് ആയിരിക്കും. ഇന്നത്തെ വലിയ നാളുണ്ടാവുക. അപ്പോൾ അവരുടെ നീഡ്സും ഡ്രൈവ്സും എക്സ്പെക്റ്റേഷനും ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മോട്ടിവേഷൻ എപ്പോഴും എന്താണ്, ഒരാൾക്ക് ലൈഫിൽ ഒരു മോട്ടിവേഷൻ മാത്രമേ പറയാൻ പറ്റില്ല. അത് ഡൈനാമിക് ആണ്. പ്രായത്തിനനുസരിച്ച്, എക്സ്പീരിയൻസിനനുസരിച്ച്, എൻവയോൺമെൻറ്റ് അനുസരിച്ചൊക്കെ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ബേസ്ഡ് ഓൺ മോട്ടീവ്സ്. മോട്ടിവേഷൻ എപ്പോഴും അത് ബേസ് ചെയ്തിരിക്കുന്ന അതിൻ്റെ മോട്ടീവ് എന്താണോ, ഇൻറ്റേർണലായിട്ടൊരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് തന്നെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അത് ഓരോ വ്യക്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഒരാൾക്കുള്ള മോട്ടിവേഷൻ ആവില്ല വേറൊരാൾക്ക് ഉണ്ടാവുക. എ ഹോൾ പേഴ്സൺ ഈസ് ഇൻഡ്യൂസ്ഡ് ടു വർക്ക്, ഹി കനോട്ട് ബി മോട്ടിവേറ്റഡ് ഇൻ പാർട്ട്. നമുക്ക് ഒരാളെ പകുതി മാത്രമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം മൊത്തത്തിലാണ് ഒരാൾക്കൊരു മോട്ടിവേഷൻ കൊടുക്കേണ്ടത്. ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്തിനാ? എന്തെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതൊരു കോംപ്ലക്സ് പ്രോസസ്സുമാണ്. ഈ പറയുന്ന പോലെ വളരെ സിമ്പിളൊന്നുമല്ല. പലതരത്തിലുള്ള സിറ്റുവേഷനിലുള്ള ആളുകളെയാണ് നമ്മൾ ഗോളിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടുന്നത്. അപ്പോൾ കോംപ്ലക്സസ് ഒക്കെ ഉണ്ടായിരിക്കാം അതിനിടയിൽ എന്നുള്ളതാണ് പറയുന്നത്. മോട്ടിവേഷൻ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ നോംസിൻ്റെ ബേസിലായിരിക്കും എന്നുള്ളതാണ്. കുറേ സൊസൈറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂസും നോംസും കസ്റ്റം അതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്ക് ചെയ്ത് വിജയിച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഇൻസെൻറ്റീവ് തരിക, അല്ലെങ്കിൽ അതിനൊരു പേയ്മെൻറ്റ് തരിക, റിവാർഡ്, പ്രൊമോഷൻ, ഇതൊക്കെ തരുമ്പോൾ ബെറ്റർ പെർഫോമൻസിന് വേണ്ടി തരുന്നു. നെഗറ്റീവായിട്ടുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഇമ്പോസിഷനാണ്, നമുക്കൊരു ശിക്ഷയാണ്, പെനാൽറ്റിയാണ്. അതായത് റിപ്രിമെൻസ്, ത്രെറ്റ് ഓഫ് ഡിമോഷൻ, ഫിയർ ഓഫ് ലോസ് ഓഫ് ജോബ് നഷ്ടപ്പെടുന്നുള്ള പേടിയും, അല്ലെങ്കിൽ നമ്മളെ സ്ഥാനത്തുനിന്ന് താഴേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയിലേക്കൊക്കെ പോകും. അപ്പോൾ രണ്ട് തരത്തിലുണ്ട്. അപ്പോൾ എന്താണ് മോട്ടിവേഷൻ? 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോട്ടിവേഷൻ? 5 മാർക്സ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് പറയുന്ന എന്താണ് ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഈ മോട്ടിവേഷൻ കൊടുക്കാൻ കാരണം?
ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. നമ്മളൊരു കമ്പനിയൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് എംപ്ലോയീസിനെ കൂടെ വയ്ക്കും. അപ്പോൾ അവരെയൊക്കെ അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് മാക്സിമം ഹ്യൂമൻ റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എംപ്ലോയീസിനെയൊക്കെ വളരെ ക്വാളിറ്റി ഉള്ള ആളുകളാക്കി മാറ്റുക, നല്ലൊരു ഹ്യൂമൻ റിലേഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ തന്നെ പരസ്പരം ഒരു സഹകരണം ഉറപ്പുവരുത്തുക, നല്ലൊരു ഇമേജ്. ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? എംപ്ലോയീസിന് അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റീനെ സാറ്റിസ്ഫൈ ചെയ്ത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കലായിട്ടുള്ള നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യലാണ്. ലെസ് ആബ്സെൻറ്റീസം. നല്ല രീതിയിൽ പോകുന്ന ഒരു കമ്പനിയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും രാവിലെ പണിക്ക് വരാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ലീവ് എടുക്കാനൊക്കെ തോന്നും. അപ്പോൾ ലെസ് ആബ്സെൻറ്റീസം കുറയ്ക്കുക, ജോലി വിട്ടു പോകുന്നൊരവസ്ഥയൊക്കെ കുറവാകുക എന്നുള്ളത് തന്നെയാണ്. ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്കിൽ ആൻഡ് നോളേജ്. നല്ല രീതിയിൽ നമ്മളെ ഒരു വാർത്തെടുക്കുക എന്ന് പറയുമ്പം അവിടെ തീർച്ചയായിട്ടും നമ്മുടെ സ്കില്ലും നോളജൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. വില്ലിങ്നെസ് ടു വർക്ക്. ഒരു വ്യക്തിയോട് ഈ കാര്യം പറഞ്ഞാൽ അവർക്കത് ആ വർക്ക് ചെയ്യാൻ അവർ റെഡിയായി വരുന്നത് തന്നെ ഈ മോട്ടിവേഷൻ്റെ ബേസിസിലായിരിക്കും. നെക്സ്റ്റ് മോട്ടിവേഷൻ്റെ പ്രോസസ്സ് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും സ്റ്റേജ് 1 പറയുന്ന നീഡ് ഡെഫിഷ്യൻസി. ഒരാൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു അത്യാവശ്യം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുകയല്ലോ. അപ്പോൾ നമ്മളൊരു ജോലിയിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രൊമോഷൻ കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പം അവിടെ എന്താണ്, നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ സ്റ്റേജ് 1 ഒരു നീഡ് ഡെഫിഷ്യൻസി ഉണ്ടാവുക. പിന്നെ സ്റ്റേജ് 2 ആകുമ്പോഴേക്കും അതിന് വേണ്ടി ഒരു സെലക്ഷൻ ഓഫ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ. അത് എങ്ങനെ, ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്ത് അതിനെ അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതൊന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം എംപ്ലോയിയുടെ പെർഫോമൻസിനെ വിലയിരുത്താവുന്ന, പിന്നെ അവർക്ക് ആ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിവാർഡാണോ പണിഷ്മെൻ്റ് ആണോ കൊടുക്കേണ്ടത് തീരുമാനിക്കുക. എന്നിട്ട് 5ാമത്തെ സ്റ്റേജ് എത്തുമ്പോൾ വീണ്ടും റീ ഇവാലുവേഷൻ. അത് ഇഫ് റിവാർഡ് ഈസ് ഡിനൈഡ് ഓർ പണിഷ്മെൻറ്റ് ഈസ് ഗിവൺ ടു ദ എംപ്ലോയി. നമ്മൾ ആദ്യത്തെ കേസിൽ പോസിറ്റീവായിട്ടുള്ള റിവാർഡ് ആണെങ്കിൽ നോ പ്രോബ്ലം, നെഗറ്റീവ് ആണെങ്കിൽ അവിടെ നമ്മൾ പണിഷ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം അവരെ വീണ്ടും ഒന്നുകൂടി റീ ഇവാലുവേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് മോട്ടിവേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. സ്റ്റേജ് 1 നമ്മൾ നീഡ് ഡെഫിഷ്യൻസി തിരിച്ചറിയുന്നു, കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുന്നു, എംപ്ലോയിയുടെ പെർഫോമൻസ് അസസ് ചെയ്യുന്നു, റിവാർഡോ പനിഷ്മെൻറ്റോ കൊടുക്കുന്നു. പനിഷ്മെൻ്റ് ആണെങ്കിൽ റീ ഇവാലുവേഷൻ ഓഫ് നീഡ്സ് ഒന്നുകൂടി നോക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു ചാപ്റ്റർ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും കുറച്ച് മോട്ടിവേഷണൽ തിയറീസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ തിയറികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തിയറീസിൽ ഫസ്റ്റ് വരുന്ന കണ്ടന്റ് തിയറീസ് ആണ്. കണ്ടന്റ് അപ്രോച്ച് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിനെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് അവരുടെ നീഡ്സ്, ഇന്നർ നീഡ്സിനെ ഫുൾഫിൽ ചെയ്യാനാണെന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും കണ്ടന്റ് തിയറീസ് ഫോക്കസ് ചെയ്യുന്നത് നീഡ്സ് ദാറ്റ് മോട്ടിവേറ്റ് പീപ്പിൾ. ജനങ്ങളെ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് തിയറിയാണ് മാസ്ലോവിൻ്റെ നീഡ് ഹൈറാർക്കി തിയറി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് മാസ്ലോ. എബ്രഹാം ഹാരോൾഡ് മാസ്ലോ ആണ് ഈ ഒരു തിയറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. സിമ്പിളായിട്ട് വൈഡായിട്ട് ആക്സെപ്റ്റ് ചെയ്തൊരു തിയറിയാണ്. അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ, പ്രിപ്പോസിഷൻസ് പറയുന്ന മാസ്ലോൻ്റെ തിയറിയിൽ. ഒന്നാമത്തെ, വാണ്ട്സ് ഓഫ് ഹ്യൂമൻ ബീയിങ് ആർ അൺലിമിറ്റഡ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എന്താ, അൺലിമിറ്റഡ് ആണ്. ഓൺലി നീഡ്സ് വിച്ച് ആർ നോട്ട് യെറ്റ് സാറ്റിസ്ഫൈഡ് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ. നമുക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടാവുകയും എന്നാൽ അത്യാവശ്യം ഉണ്ടാവുകയും എന്നാൽ അത് സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ സ്വഭാവത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു നീഡാണ് ഇവിടെ മോട്ടിവേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നീഡ്സ് ആർ അറേഞ്ച് ഇൻ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ്. ഇനി നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, നമുക്ക് ഏതാണോ ഏറ്റവും ആദ്യം കിട്ടേണ്ടത് അതിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു, തൊട്ടടുത്ത് അതിന് ശേഷം. അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് പ്രാധാന്യത്തിനനുസരിച്ചായിരിക്കും അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ആസ് സൂൺ ആസ് ലോവർ നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ്. ഇനി ഏറ്റവും താഴേക്കിടയിൽ നമ്മൾ കുറച്ച് നീഡ്സ് എഴുതി കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് 1 പ്രയോറിറ്റി കൊടുക്കും, സെക്കൻഡ് 2 3 4 പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കും. ലാസ്റ്റിലത്തെയൊന്നും അത്ര ആവശ്യമില്ലെങ്കിലും നമുക്കത് ആവശ്യമുള്ള അല്ലെങ്കിൽ കിട്ടിയാൽ കൊള്ളാമെന്നുള്ളതായിരിക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ലോവർ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ തീർച്ചയായിട്ടും അടുത്ത ലെവലിലേക്കുള്ള പോക്കാണ് നമ്മളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഫാർദർ ഓഫ് ദ ഹൈറാർക്കി ദ പേഴ്സൺ ഈസ് ഏബിൾ ടു ഗോ, ദ മോർ ഇൻഡിവിജ്വാലിറ്റി, ഹ്യൂമാനിയസ് ആൻഡ് സൈക്കോളജിക്കൽ ഹെൽത്ത് ഹി ഓർ ഷീ വിൽ പേ. മുകളിലേക്ക് പോകുന്തോറും അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഹെൽത്ത് അതാണ് അവിടെ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. കാരണം അതിനാണ് അവിടെ പേയ്മെൻറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എത്രത്തോളം അവർ ആ ഒരു വർക്കിനെ ഡെഡിക്കേറ്റഡ് ആവുന്നു, അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് പേയ്മെൻറ്റും കിട്ടുന്നു. ഇതാണ് ഒരു മാസ്ലോ നീഡ് ഹൈറാർക്കിയിൽ
പറഞ്ഞിരിക്കുന്ന ഒരു 5 കാര്യങ്ങൾ. ഇനി എന്തൊക്കെ തരത്തിലുള്ള നീഡ്സ് ഉണ്ടെന്നാണ് മാസ്ലോ പറയുന്നത്. പ്രധാനമായിട്ടും ആദ്യത്തെ നീഡ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടും വളരെ ശക്തിമത്തായതും ഒബ്വിയസ്ലി ഹ്യൂമൻ നീഡ്സിൽ വരുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഫിസിക്കൽ സർവൈവൽ നമുക്ക് ഏറ്റവും ആവശ്യമാണ്. ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഫുഡ്, drink, oxygen, sleep, sex, protection from extreme temperature and sensory stimulation. ഇത് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ. ഈ ഒരു ഫിസിയോളജിക്കൽ ഡ്രൈവ്സ് ആർ ഡയറക്ട്ലി കൺസേൺഡ് വിത്ത് ബയോളജിക്കൽ മെയിൻ്റനൻസ് ഓഫ് ദ ഓർഗാനിസത്തിന്റെ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് തന്നെ ആൻഡ് മസ്റ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇതൊക്കെ മിനിമം ലെവലിലെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം ബിഫോർ ദ ഇൻഡിവിജ്വൽ ഈസ് മോട്ടിവേറ്റഡ് ബൈ ഹയർ ഓർഡർ നീഡ്സ്. കൂടുതൽ ഉയർന്ന ഒരു കാര്യങ്ങളിലേക്ക് നമ്മളവരെ കൊണ്ടുപോകുന്നതിനേക്കാൾ മുന്നേ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളെങ്കിലും അവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുക. അപ്പോൾ പേഴ്സൺ ഹു ഈസ് നോട്ട് ഏബിൾ ടു സാറ്റിസ്ഫൈ ഹിസ് ബേസിക് ലെവൽ നീഡ്സ് വിൽ നോട്ട് അറ്റംപ്റ്റ് ടു സാറ്റിസ്ഫൈ എ ഹയർ ലെവൽ നീഡ്. എന്തുകൊണ്ടാണ് അവിടെ പറയുന്നത്? ഇതൊരു മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളാണ് പറയുന്നത്. ഈ ആവശ്യങ്ങൾ പോലും ഒരു മിനിമം ലെവലിൽ നിറവേറ്റപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ആ വ്യക്തിയെ കൊണ്ട് നമുക്കൊരു ഹയർ ലെവൽ നീഡൊന്നും സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓർഗനൈസേഷൻ അപ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയീസിന്റെ ഫിസിയോളജിക്കൽ നീഡ്സ് നല്ലൊരു സാലറി കൊടുത്തുകൊണ്ട് തന്നെ അതിനെ മാറ്റിയെടുക്കുക എന്നാണ് അവിടെ പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ നീഡ്, ഫിസിയോളജിക്കൽ നീഡ്സ്. രണ്ടാമത്തെ നീഡ്സ് ആണ് സേഫ്റ്റി നീഡ്സ് എന്ന് പറയുന്നത്. ഫിസിയോളജിക്കൽ നീഡ്സ് ഒക്കെ നമുക്ക് കറക്റ്റ് ഭക്ഷണം, ഉറക്കം, സൗകര്യങ്ങൾ, ഡ്രസ്സ്, അതൊക്കെ ബേസിക് അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൊട്ട മുകളിലാണ് സേഫ്റ്റി നീഡ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു കാര്യം നമ്മൾ മീറ്റ് ചെയ്യുന്ന അനദർ സെറ്റ് ഓഫ് മോട്ടീവ്സ് അറൈസ് ചെയ്യും. അപ്പോൾ ഈ ഒരു മോട്ടീവ്സിൽ പറയുന്നത് സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്ന പേരിലാണ്. ഇതാണ് ഇവിടെ മോട്ടിവേറ്റർ ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്നത്. സേഫ്റ്റി നീഡ്സിൽ പ്രധാനമായിട്ട് പറയുന്നത് ഫിസിക്കൽ ഹാം, ഇൽ ഹെൽത്ത്, എക്കണോമിക് ഡിസാസ്റ്റർ, ജോബ് സെക്യൂരിറ്റി. നമുക്ക് എല്ലാവരും ചിലപ്പോൾ പേടിയായിരിക്കും, അത് നമ്മുടെ ജോബ് സെക്യൂർഡ് ആണോ, നമുക്ക് വേണ്ടത്ര സാമ്പത്തിക ഭദ്രത ഇല്ലായ്മ, നമുക്ക് എപ്പോഴും അസുഖം വരുന്ന ഒരു നേച്ചർ ഉണ്ടാവുക, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഒരു ഹാം, ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ രക്ഷ നേടാൻ അല്ലെങ്കിൽ ഒരു സേഫ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ സേഫ്റ്റി നീഡ്സ് ആണ് അടുത്തത് വരുന്നത്. അപ്പോൾ ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയുന്നത് അവരുടെ ജോബ് സെക്യൂരിറ്റിയും അതുപോലെ സാലറി കൊടുക്കുക, സേഫ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കുക, യൂണിയനൈസേഷൻ, എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്യുക. അപ്പോൾ മാനേജ്മെന്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ദീസ് നീഡ്സ് ബൈ പ്രൊവൈഡിങ് സെക്യൂരിറ്റിയും. അപ്പോൾ മാനേജ്മെന്റ് ഈ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും. അവർക്ക് വേണ്ട ഒരു സുരക്ഷിതത്വം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ അവർ പിരിഞ്ഞു പോകുന്ന സമയത്ത് പെൻഷനോ ഗ്രാറ്റുവിറ്റിയോ സ്കീമുകളോ ഗ്രൂപ്പ് ഇൻഷുറൻസോ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു പേടി അവിടെ മാറുന്നു, അവർ സേഫ് ആണ് എന്നുള്ളൊരു തോന്നൽ അവിടെ കൂടുതൽ. ഇതാണ് സേഫ്റ്റി നീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേൽ പറഞ്ഞ സോഷ്യൽ നീഡാണ്. അതായത് നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കപ്പെടാനും അല്ലെങ്കിൽ മറ്റൊരാളുടേതാണെന്നൊരു അവകാശം ഉന്നയിക്കാനൊക്കെ ഉണ്ടാവുന്നൊരവസ്ഥ സോഷ്യൽ നീഡ് എന്ന തേർഡ് ലെവലാണ് ഇത് പറയുന്നത്. ഈ നീഡ്സ് അറൈസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഫിസിയോളജിക്കൽ ആൻഡ് സേഫ്റ്റി നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് അവർക്ക് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുക, നമ്മളോട് സ്നേഹം കാണിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു തോന്നലുണ്ടാവുക. അപ്പോൾ ഈ നീഡ്സിൽ വരുന്ന ഒന്ന് ഫ്രണ്ട്സ് വേണം, അല്ലെങ്കിൽ ടു ഗിവ് ആൻഡ് റിസീവ്, സ്നേഹം കൊടുക്കുക, വാങ്ങുക, എക്സ്ചേഞ്ച് ഓഫ് ഫീലിങ്സ് ആൻഡ് ഗ്രീവൻസസ്, നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം എക്സ്ചേഞ്ച് ചെയ്യുക, നമ്മുടെ ഗ്രീവൻസുകളൊക്കെ, റെക്കഗ്നീഷൻ ഉണ്ടാവുക സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മൾ ബിലോങ്ങിങ് നമ്മുടേതാണെന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, ഹെൽപ്പ് ടു സാറ്റിസ്ഫൈ എംപ്ലോയി സോഷ്യൽ നീഡ്സ്, സ്പോർട്ട് ടീംസ് ആവാം, പാർട്ടീസ് നടത്തുക, സെലിബ്രേഷൻസ് നടത്തുക. അപ്പോഴൊക്കെയാണ് ഈ സോഷ്യൽ നീഡ്സ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നാലാമത്തതാണ് ഫിസിയോളജിക്കലും സെക്യൂരിറ്റി നീഡ്സും അതുപോലെ തന്നെ സോഷ്യൽ നീഡ്സും കഴിഞ്ഞാൽ എസ്റ്റീം നീഡ്സ്. നെക്സ്റ്റ് ടൈപ്പ് നീഡ്സ് ആണ് ഇത് പറയുന്നത്. ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത് സെൽഫ് എസ്റ്റീമും ഉണ്ട്, പബ്ലിക് എസ്റ്റീമും ഉണ്ട്. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ഐസ് ഓഫ് സെൽഫ്, എനിക്ക് എന്നെക്കുറിച്ചുള്ള ഒരു ബോധം, എന്താണ് ഞാൻ എന്താണ് എന്നുള്ള തിരിച്ചറിവ്. എ പേഴ്സൺ ഫീൽസ് ദാറ്റ് ഹി ഈസ് ഡൂയിങ് സംതിങ് വർത്ത് വൈൽ. നമ്മളൊരു ജോബ് ചെയ്യുമ്പോൾ നമുക്കെന്നെ തോന്നണ്ടേ ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടെന്നൊരു തോന്നൽ വരും. അപ്പം ഞാൻ എന്നെ തന്നെയാണ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ അവിടെ സെൽഫ് എസ്റ്റീമാണ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിസൈർ ഓഫ് കോമ്പിറ്റൻസ്, കോൺഫിഡൻസ്, പേഴ്സണൽ സ്ട്രെങ്ത്, അഡക്വസി, അച്ചീവ്മെൻറ്റ്, ഇൻഡിപെൻഡൻസ് ആൻഡ് ഫ്രീഡം. ഇതെല്ലാം ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നതും ഉണ്ടാവേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ എസ്റ്റീം നീഡ്സിൽ പറഞ്ഞ രണ്ടാമത്തെയാണ് പബ്ലിക് എസ്റ്റീം എന്ന് പറയുന്നത്. ഇവിടെ എസ്റ്റീം ഫ്രം അതേഴ്സ് ഇൻക്ലൂഡ് പ്രസ്റ്റീജ്, റെക്കഗ്നീഷൻ.
ഏറ്റവും വിലപിടിപ്പുള്ള തരത്തിലുള്ള പ്രസ്റ്റീജിയസ് ആയത് റെക്കഗ്നീഷൻ അക്സെപ്റ്റ് ചെയ്യുക, അറ്റൻഷൻ കിട്ടുക, എല്ലാവരെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുക, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക, നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ റെപ്യൂട്ടേഷൻ, അപ്രീസിയേഷൻസ്, ഇതാണ് പബ്ലിക്കിൻ്റെ ഭാഗത്ത് വരുന്നത്. സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെൽഫ് എസ്റ്റീം നീഡ്സ് ജനറേറ്റ് ഫീലിങ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടു സെൽഫ് കോൺഫിഡൻസ്. നമുക്കൊരു സെൽഫ് എസ്റ്റീം വരുമ്പോഴാണ് അവിടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക, സ്ട്രെങ്ത്, കേപ്പബിലിറ്റി, യൂസ്ഫുൾനെസ് ഇൻ ദ വേൾഡ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ജോബ് റിലേറ്റഡ് ആയിരിക്കും. അവർക്ക് നല്ല മെറിറ്റ്, പിയർ റെക്കഗ്നീഷൻ, റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം കിട്ടുന്നു. ഈ ഒരു നീഡ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ചാലഞ്ചിങ് ആയിട്ടുള്ള വർക്ക് അസൈൻമെൻറ്റ്സും പേഴ്സണൽ എൻകറേജ്മെൻറ്റും ഒക്കെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അഞ്ചാമത്തേൽ പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണ്. ഈ പറഞ്ഞ 4 നീഡ്സും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിലേക്ക് വരുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നത് is the desire to become everything that one is capable of becoming. അതായത് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്നും പറയാനില്ല, അത്രയ്ക്ക് വരയ്ക്ക് നമ്മൾ എത്തുന്ന ഒരു അവസ്ഥയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. പേഴ്സൺ ഹൂ ഹാസ് അച്ചീവ്ഡ് ദ ഹയസ്റ്റ് ലെവൽ presses towards full use of exploitation of his talent, capacities, capabilities and potentialities. ഒരു വ്യക്തിനെ നമ്മൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യിപ്പിക്കുമ്പം ഇനി ആ വ്യക്തിയിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ അങ്ങേയറ്റം തന്നെ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അവരുടെ എത്ര തരത്തിലുള്ള ടാലൻ്റ് ആയാലും കപ്പാസിറ്റി ആയാലും കേപ്പബിലിറ്റി, പൊട്ടൻഷ്യാലിറ്റി ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇറ്റ് ഈസ് ദ പേഴ്സൺ ഡിസയർ ടു റീച്ച് ദ പീക്ക് ഓഫ് വൺസ് പൊട്ടൻഷ്യൽ. ഒരു വ്യക്തിക്ക് ആ ഒരു ജീവിതത്തിൽ പോവാൻ പറ്റുന്ന അത്രയ്ക്കും എത്രയാണോ പറ്റുന്ന അത്ര വരെ, അതിനെയാണ് നമ്മൾ ആ ഒരു വേർഡോട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലൈസേഷൻ. അപ്പോൾ അത് ശരിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു ദൗത്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ഈ ഒരു ജന്മം കൊണ്ട്, ജീവിതം കൊണ്ട് നേടാൻ പറ്റുന്ന അത്രയ്ക്ക് എത്തുന്നൊരവസ്ഥ. ഇനി എന്താണ് ഈ ഒരു തിയറിയുടെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ പറയുന്നത്? ഇവിടെ ആദ്യം നമുക്ക് നോക്കാം, ഈ ഒരു തിയറി ഓഫർ ചെയ്യുന്നത് ചില യൂസ്ഫുൾ ഐഡിയ ആണ് മാനേജേഴ്സിനെ, എംപ്ലോയീസിനൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ വേരിയേഷൻസ് ഹ്യൂമൻ ബിഹേവിയറിൽ ഉണ്ടാവും എന്നുള്ളതിനൊക്കെ നമ്മളത് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നമുക്കൊരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാനൊന്നും പറ്റില്ല. തിയറിയിൽ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഡോമിനൻ്റ് നീഡ്സ് ഹാവ് ചേഞ്ച്ഡ് ഓവർ ടൈം ഫ്രം എക്കണോമിക് ടു സോഷ്യൽ ടു സെൽഫ് ആക്ച്വലൈസേഷൻ. ഒരാളുടെ നീഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും അതേപോലെ സെൽഫ് ആക്ച്വലൈസേഷനിലൊക്കെ എത്തുമ്പോൾ അത് തീർച്ചയായിട്ടും ചേഞ്ച് വരുന്നു. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു മനുഷ്യന് ഫുഡില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നതാണ്. ദേ ഹാവ് അതർ ടൈപ്സ് ഓഫ് നീഡ്സ് ഓൾസോ. ബേസിക്കിനൊപ്പം തന്നെ മറ്റുള്ള തരത്തിലുള്ള നീഡ്സും അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇനി ഈ ഒരു തിയറിയുടെ ക്രിറ്റിസിസം എന്തൊക്കെയാണ്? പോരായ്മകൾ. ഈ നീഡ് ഹൈറാർക്കിയിൽ എപ്പോഴും ഈസ് നോട്ട് ഓൾവേസ് പ്രസൻറ്റ്. അതിലെപ്പോഴും പ്രസൻറ്റിലുള്ള കാര്യങ്ങളല്ല പറയുന്നത്. നീഡ്സ് ആർ പ്രസൻറ്റ് അറ്റ് എ ഗിവൺ ടൈം. നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു നീഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ മോട്ടിവേറ്റഡ് ബൈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ഓൾസോ വാണ്ട് ഫുഡ്. ഒരു വ്യക്തിക്ക് നല്ലൊരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ഉണ്ട്, അത് സാറ്റിസ്ഫൈ ചെയ്യുക, ഫുഡ് കഴിക്കണം, അത് സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ഡിറ്റർമിനൻസ് ഉണ്ട് ആ ഒരു ബിഹേവിയറിനെ നമ്മൾ പഠിച്ച് അതിലേക്ക് എക്സ്പെക്റ്റേഷൻ, പെർസെപ്ഷൻ, എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ബിഹേവിയർ മാൻ ഈസ് നോട്ട് മിയർലി ദ റിസൾട്ട് ഓഫ് ഡിസയേഴ്സ് ആൻഡ് നീഡ്സ്. ഇവിടെ ജസ്റ്റ് നമ്മുടെ റിസൾട്ടും നീഡ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇഫ് യു അസ്യൂം ഹൈറാർക്കി ഓഫ് നീഡ് എക്സിസ്റ്റ്, നമ്മളിത് അസ്യൂം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈറാർക്കി ഓഫ് നീഡ്സ് ഇങ്ങനെ ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു നീഡ്സ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇറ്റ് മെ നോട്ട് ബി സെയിം ഇൻ ഓൾ കൺട്രീസ്. ഇപ്പോൾ ഇവിടെ 20 വയസ്സായ ഒരു കുട്ടിക്ക് തോന്നുന്ന കാര്യമല്ല USA-ലോ UK-ലോ ഉള്ള ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അസംഷൻ മാത്രമാണ്. ആ ഒരു ഹൈറാർക്കി ഓഫ് നീഡ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് മെ നോട്ട് ബി സെയിം ഇൻ, അതുണ്ടെങ്കിൽ തന്നെ എല്ലാവരുടെയും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല. ഇറ്റ് മേ ബി ഡിഫറെൻറ്റ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ടു കൺട്രീസ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായി നമ്മൾ ഏറ്റുമുട്ടുന്ന സമയത്ത് തന്നെ അവിടെ എന്തുണ്ടാവാം, അവിടെ ഒരു ക്ലാഷ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. എ പേഴ്സൺ ഈസ് നോട്ട് മോട്ടിവേറ്റഡ് ബൈ വൺ നീഡ്. ഒരാൾക്ക് അങ്ങനെ നേടിയെടുക്കാനുള്ളൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അങ്ങനെ നീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും മോട്ടിവേറ്റ് ആവില്ല. അയാൾ മോട്ടിവേറ്റ് ആവണമെങ്കിൽ ഒരുപാട് നമ്പർ ഓഫ് നീഡ്സ്, അത്യാവശ്യങ്ങൾ അയാൾക്ക് വരണം എന്നുള്ളതാണ് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് പീപ്പിൾ മേ ഡിഫർ ഇൻ ദ എക്സ്പെക്റ്റേഷൻ. ഓരോ വ്യക്തിയുടെ എക്സ്പെക്റ്റേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും സെയിം നീഡ് ആയിരിക്കില്ല മറ്റൊരാൾക്ക് വരിക എന്നുള്ളത് പറയുന്നത്. സാറ്റിസ്ഫാക്ഷൻ ഓഫ് വൺ നീഡ്സ് മെ നോട്ട് റേസ് അനദർ ഹയർ നീഡ്സിലേക്ക്
മറ്റുള്ള ഹയർ നീഡ്സിലേക്ക് അവർ പോവില്ല. ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് വൺ നീഡ്സ്, ഏതെങ്കിലും ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകുന്നതാണ് തിയറിയിൽ പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും കൂടുതലായിട്ട് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാനാണ് മാസ്ലോവിന് ഇഷ്ടം. മെനി ഇൻഡിവിജ്വൽ മേ സ്റ്റേ വിത്ത് ലോവർ ലെവൽ നീഡ്സ്. പല ആളുകളെയും നമ്മൾ അടുത്തറിയുമ്പോഴാണ് ഏറ്റവും താഴ്ന്ന നിലയിലുള്ള അവരുടെ വാണ്ട്സും നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുക. ദേ വിൽ നോട്ട് ഗോ ടു സാറ്റിസ്ഫൈ ഹയർ ലെവൽ നീഡ്സ്. അങ്ങനെ ഒരാൾക്ക് ഇവിടെ ആദ്യത്തെ തൃപ്തികരമല്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം മുകളിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. മാനേജേഴ്സ് വിൽ നോട്ട് ഹാവ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് ആസ് ടു വേർ ദ എംപ്ലോയീസ് സ്റ്റാൻഡ്സ് ദ മാസ്ലോസ് നീഡ് ഹൈറാർക്കി. ഈ ഒരു ഹൈറാർക്കി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും അതിൻ്റെ മാനേജർക്ക് തങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഏത് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ ഇതുവഴി ഉപയോഗിക്കപ്പെടാം എന്നുള്ളതാണ് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് സർട്ടൻ ഇൻഡിവിജ്വൽ വി കനോട്ട് ഫൈൻഡ് ലവ് നീഡ്സ്. ഇനി ഓരോ വ്യക്തികളെ എടുത്ത് നോക്കുമ്പോൾ അവിടെ എന്താണ്, അവിടെ ഒരിക്കലും ലവ് നീഡ്സോ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് ലോസ്റ്റ് ഇൻ ഹിസ് ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ്. കാരണം അത് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പോയതുകൊണ്ട് തന്നെ അതൊരു അത്യാവശ്യമായിട്ട് അവിടെ നമുക്ക് മാറുകയാണ്. ഇനി ഈ ഒരു തിയറി ഒരു ഓർഗനൈസേഷനിൽ വരുമ്പം എന്താണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? ഇവിടെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനും, നല്ലൊരു മാനേജ്മെൻറ്റ് സ്റ്റൈലും ജോബ് ഡിസൈനും കമ്പനിയുടെ ഇവൻറ്റുകളും കോമ്പൻസേഷൻ പാക്കേജസും അങ്ങനെ നടക്കുന്ന കുറേ കാര്യങ്ങൾ, അതാണ് ഫസ്റ്റ് വരുന്നത്. ഇനി ഫിസിയോളജിക്കൽ നീഡ്സ് പറഞ്ഞാൽ ലഞ്ച് ബ്രേക്കുകൾ കൊടുക്കുക, റെസ്റ്റ് ബ്രേക്ക്, വേജസ്, അതേപോലെ തന്നെ സഫിഷ്യൻറ്റ് ടു പർച്ചേസ് ദ എസെൻഷ്യൽ ഓഫ് ലൈഫ്. സാധാരണ ഒരു ജീവിതത്തിൽ ജീവിക്കാൻ ആവശ്യമുള്ള ഏറ്റവും മിനിമമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് യേശു ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു തിയറി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫിസിയോളജിക്കൽ നീഡ്സ്, ലഞ്ച് ബ്രേക്കുകൾ, റെസ്റ്റ് ബ്രേക്കുകൾ കൊടുക്കുക. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ആളുകൾക്ക് അവർക്ക് വേണ്ടതല്ല ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ലഞ്ച് ബ്രേക്കുകൾ, റെസ്റ്റ് ചെയ്യാനുള്ള സമയങ്ങൾ, പിന്നെ അതേപോലെ ആവശ്യത്തിനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള വേജസ് കൊടുക്കുക. പിന്നെ അവർ സെക്യൂർഡ് ആണ് എന്ന് തോന്നുന്ന നല്ലൊരു സേഫ്റ്റി ആയിട്ടൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകളും ജോബ് സെക്യൂരിറ്റി കൊടുക്കുക. സോഷ്യൽ നീഡ്സ് എന്ന് പറയുമ്പം അവർക്ക് കമ്മ്യൂണിറ്റീന് ഒരു സെൻസ് ഓഫ് നമ്മളെല്ലാം ഒരു കൂട്ടമാണ്, ഒരു ടീം ബേസ്ഡ് ആണ് എന്ന് പറയുന്ന ആ ഒരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എസ്റ്റീം നീഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തിനെ ബഹുമാനിക്കപ്പെടാവുന്ന ഒരവസരം ഉണ്ടാവുക. ഓഫർ ജോബ് ടൈറ്റിൽ ദാറ്റ് കൺവേ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ പൊസിഷൻ. നമുക്ക് പ്രൊമോഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും അയാൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അവർക്ക് ആ പ്രൊമോഷൻ കൊടുത്ത് ആ പൊസിഷനിലേക്ക് എത്തുമ്പോൾ തന്നെ ആ ഒരു ജോബിൻ്റെ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ഇത് എങ്ങനെ കിട്ടിയിരിക്കുന്നതാണെന്നല്ല. അപ്പോൾ എസ്റ്റീം മറ്റുള്ള ഒരാൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയാണ്, തിരിച്ചറിയപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അച്ചീവ്മെൻറ്റുകളെ നാലാളെ അറിയിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അത് കഴിഞ്ഞാൽ സെൽഫ് ആക്ച്വലൈസേഷൻ, എംപ്ലോയീസിനോട് ഒരു ചലഞ്ചാണ് കൊടുക്കുക. ഓപ്പർച്യൂണിറ്റി ടു റീച്ച് ദെയർ ഫുൾ കരിയർ പൊട്ടൻഷ്യൽ. ഒരു ജീവിച്ച് കംപ്ലീറ്റ് ആവാറായ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിൻ്റെ അവസാനം എന്നാൽ അവർക്ക് ഇനി ചെയ്യാവുന്ന അത്ര ജീവിതം ചെയ്തു തീർക്കുക. സെൽഫ് ആക്ച്വലൈസേഷൻ, ഒരു കമ്പനിയെ സംബന്ധിച്ചോളം അവിടെ കൊടുക്കുന്ന എംപ്ലോയീസിൻ്റെ പൊട്ടൻഷ്യാലിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ ഏഴാമത്തെ പോയിന്റ് പറയുന്നത് നോട്ട് ഓൾ പീപ്പിൾ ആർ ഡ്രിവൺ ബൈ ദ സെയിം നീഡ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ 5 നീഡ്സൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിക്കോളുന്നില്ല. അതേ സമയം വേണമെങ്കിൽ ഡിഫറെൻ്റ് ആളുകൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കാം മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഓരോ എംപ്ലോയീസിനും ഒരു മോട്ടിവേഷൻ കൊടുക്കുക, അങ്ങനെ കൊടുക്കുക വഴി മാനേജർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ നീഡ് ലെവൽ റെക്കഗ്നൈസ് ചെയ്യാനും ഓരോ എംപ്ലോയീസിന് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോട്ടിവേഷൻ എന്താണ്, മോട്ടിവേഷൻ ഡെഫിനേഷൻ, മീനിങ്, അതേപോലെ ആ മോട്ടിവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മൾ മോട്ടിവേറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ആയിരിക്കും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് മോട്ടിവേഷൻ്റെ പ്രോസസ്സാണ്, ഇമ്പോർട്ടൻസ് പറഞ്ഞു, മോട്ടിവേഷൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ മോട്ടിവേഷൻ 5 സ്റ്റേജുകളുണ്ട്. ഇനി മുഴുവൻ നമ്മൾ പറയാൻ പോകുന്ന മോട്ടിവേഷൻ റിലേറ്റഡ് കണ്ടൻറ്റ് തിയറീസാണ്. അതിലാദ്യം വരുന്നതാണ് മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറി. അതിൽ ആ 5 നീഡ്സ് എന്തായാലും പഠിച്ചു വയ്ക്കുക. പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുമ്പോൾ 5 നീഡ്സ് അത് കൃത്യമായിട്ട് പറയുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ആ തിയറിയുടെ തന്നെ മെറിറ്റും ഡീമെറിറ്റും, പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു തിയറി ഒരു ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ഒരു ടോപ്പിക്ക് നമുക്കിവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്